നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിൽ എന്തും സംഭവിക്കാം എന്ന നിലയിലാണ് കാര്യങ്ങൾ പോക്കുന്നത്. ഇക്കുറി ബംഗാളിൽ മമതയുടെ സർക്കാരിനെ താഴെയിറക്കി പശ്ചിമ ബംഗാളിൽ BJP അധികാരം പിടിക്കും എന്നൊരു വാശിയിലാണ് നരേന്ദ്രമോദിയും അമിത്ഷായും നിൽക്കുന്നത്. കാരണം അതിന്റെ ആദ്യ പടിയായിട്ടാണ് ബംഗാളിലെ ഗവർണറായിരുന്ന CV ആനന്ദബോസിനെ മാറ്റി തമിഴ്നാട് ഗവർണറായിരുന്ന രവിയെ അവിടെ നിയമിച്ചത്. കൂടാതെ അമിത്ഷാ തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി പശ്ചിമ ബംഗാളിൽ തന്നെ ക്യാമ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. നിലവിൽ സംഘർഷത്തിന്റെ സാധ്യത കണക്കിലെടുത്ത് CRPFും ഉൾപ്പെടെ ഇന്ത്യൻ സൈന്യത്തെ നിലവിൽ വിന്യസിച്ചിരിക്കുകയാണ്. നിലവിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമ ബംഗാളിൽ എത്തിയിരുന്നു. നിലവിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രചാരണ സമയത്ത് ജാർഗ്രാമിൽ എത്തിയ നരേന്ദ്രമോദി റോഡരികിലെ ജാൽമുറി സ്റ്റാളിൽ അപ്രതീക്ഷിതമായി ഒരു സന്ദർശനം നടത്തിയത് ഏവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ജാർഗ്രാമിലെ പൊതുറാലിയെ അഭിസംബോധന ചെയ്ത ശേഷം ഹെലികോപ്റ്ററിൽ കയറാൻ പോകുന്നതിനിടെയാണ് അദ്ദേഹം ഈ അപ്രതീക്ഷിതമായ സന്ദർശനം നടത്തിയത്. വാഹനത്തിൽ നിന്നിറങ്ങിയ മോദി ജാൽമുറി വിൽപ്പനക്കാരനെ സമീപിക്കുകയും അവിടെ നിന്നും തയ്യാറാക്കിയ ലഘുഭക്ഷണം കഴിക്കുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ജാൽമുറി നൽകിയ അദ്ദേഹം സമീപത്ത് തടിച്ചുകൂടിയ സ്ത്രീകളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. ഈ ചെറിയ ഇടവേളയിൽ പ്രധാനമന്ത്രിയും ജാൽമുറി രുചിച്ച് നോക്കുകയും ചെയ്തു. ബംഗാളിന്റെ പ്രിയപ്പെട്ട തെരുവ് ഭക്ഷണമായ ജാൽമുറി അത് പൊരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ 12 വർഷമായി ജാൽഗ്രാമിൽ ജാൽമുറി വിൽക്കുന്ന ബീഹാറിലെ ഗയ ജില്ലക്കാരനായ വിക്രം സാഹിന്റേതാണ് ആ കട. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പെട്ടെന്ന് നിർത്തിയത് കച്ചവടക്കാരനും കണ്ടുനിന്നവർക്കും മറക്കാനാകാത്ത ഒരു നിമിഷമായാണ് ആ ഒരു സന്ദർഭം മാറിയത്. ജാൽഗ്രാമിൽ എത്തിയ മോദി തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. തൃണമൂൽ കോൺഗ്രസ് ഗോത്ര വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അനധികൃത ഭൂമി കയ്യേറ്റം ഉൾപ്പെടെയുള്ള പ്രാദേശിക പ്രശ്നങ്ങളെ സംസ്ഥാന സർക്കാർ അവഗണിച്ചതായി അത് വിജയ് സങ്കല്പ് സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി ആരോപിച്ചു. മേഖലയിലെ ഗോത്രവർഗക്കാരുടെയും സ്ത്രീകളുടെയും ശബ്ദം തുടർച്ചയായി അവഗണിക്കപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് രാഷ്ട്രപതി പശ്ചിമ ബംഗാളിൽ എത്തിയപ്പോഴും രാഷ്ട്രപതിയെ പശ്ചിമ ബംഗാളിന്റെ ദീദിയൊക്കെ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന മമതാ ബാനർജി അപമാനിച്ചതടക്കം മോദി ഊന്നി പറയുകയും ചെയ്തു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വോട്ടർമാരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ ഭരണമാറ്റം അനിവാര്യമാണെന്ന് അദ്ദേഹം ഊന്നി പറയുകയാണ്. നിലവിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി സംസ്ഥാനത്ത് നടത്തുന്ന 3ാമത്തെ സന്ദർശനമാണിത്. കൂടാതെ ഇന്ത്യൻ സൈന്യം തന്നെ പശ്ചിമ ബംഗാളിൽ ഓരോ വീടുകളിലും കയറിച്ചെന്ന് വോട്ടുകൾ രേഖപ്പെടുത്തണമെന്നും അതിന്റെ മഹത്വം എന്താണ് എന്ന് പശ്ചിമ ബംഗാളിലെ ജനങ്ങൾക്ക് സൈന്യവും കൂടാതെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പറഞ്ഞു കൊടുക്കുകയാണ്. ഇത്രയും കാലം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഒരു തരത്തിലും വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അതായത് SIRന്റെ ഒരു ശുദ്ധികലശം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പശ്ചിമ ബംഗാളിൽ നടത്തിയിട്ടുണ്ട്. അതിൽ ഒരുപാട് പേർ പുറത്താകുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലെല്ലാം ഒരു അറുതി വരുത്തി ഒരു വ്യക്തമായ അല്ലെങ്കിൽ ഒരു വൃത്തിയോടുകൂടിയ ഒരു തെരഞ്ഞെടുപ്പ്, സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താനാണ് കേന്ദ്ര സർക്കാരും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരു നീക്കം നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ അതായത് ആയിരക്കണക്കിനോളം കേന്ദ്ര സേനാംഗങ്ങളെ പശ്ചിമ ബംഗാളിലേക്ക് നിയമിച്ചത്.